നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ട് കാലത്തിലേറെയായി ഉത്തര മലബാറിലെ സംഗീത ചിത്രകലാരംഗത്ത് നിറസാന്നിധ്യമായ പവി കൊയ്യോടിനെ പാനൂർ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചിത്രകാരൻ സെൽവൻ മേലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. 3 പതിറ്റാണ്ട് കാലത്തിലേറെയായി ഉത്തര മലബാറിലെ സംഗീത ചിത്രകലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരള പാഠാവലി പുസ്തകങ്ങളിൽ പോലും ചിത്രങ്ങൾ വരച്ച് കീർത്തി നേടിയ പവി കൊയ്യോടിന് നാടിന്റെ സ്നേഹാദരം. പാനൂർ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ പവി കൊയ്യോടിനുള്ള ആദരവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. പാനൂർ UP സ്കൂളിൽ ചിത്രകാരൻ സെൽവൻ മേലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും ഇങ്ങനൊരു സദസ്സിൽ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ കഴിഞ്ഞു. ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ ഒരു 16 വർഷം സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അവിടെ പല പരിപാടികളും ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പരിപാടിയിൽ എത്താൻ കഴിഞ്ഞതിൽ മ്യൂസിക് ലവേഴ്സ് പ്രസിഡന്റ് സജീവൻ ഒതിയോത്ത് അധ്യക്ഷത വഹിച്ചു. ചിത്രരചനാ മത്സരത്തിൽ വിജയികളായ LP UP വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം രാജേന്ദ്രൻ തായാട്ട് നിർവഹിച്ചു. ചടങ്ങിന് മ്യൂസിക് ലവേഴ്സ് സെക്രട്ടറി VN രൂപേഷ് മാസ്റ്റർ സ്വാഗതവും സജിത് K നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പ്രമോദ് ചിത്രത്തിന്റെ ശില്പശാലയും ഉണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ നടുക്ക് നിന്ന അവസ്ഥയാണ് രാവിലെ മുതൽ. വല്ലാണ്ട് സ്നേഹം വീർപ്പുമുട്ടുന്നു. അർഹിക്കാത്ത കിട്ടും പോലെയെല്ലാം തോന്നുന്നു. ഈ സ്നേഹം ഉപ്പ് ഇത് രണ്ടും ഒരുപോലെയാണ്. കുറഞ്ഞു പോയാലും പ്രശ്നമല്ല, തീരെ ഇല്ലെങ്കിലും പ്രശ്നമല്ല. പക്ഷെ കൂടിപ്പോയാലും ഉപേക്ഷിക്കലേ രക്ഷയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. വല്ലാത്തൊരു സ്നേഹം തന്ന് വീർപ്പുമുട്ടിക്കുന്നു. ഈ ചൈനയിലൊരു പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു മുളയുണ്ട്, മീസാം ബാമ്പു. ഒരു പൊതിച്ച തേങ്ങയോളാണ് അതിൻ്റെ വിത്തുണ്ടാകുക. പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അത് മണ്ണിലവിടെ വീണ് കഴിഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളം അത് അവിടെ തന്നെ ഉണ്ടാവും. ഭയങ്കര കട്ടി പുറന്തോടുള്ളൊരു വിത്താണ്. ഒരു 5 വർഷം കഴിഞ്ഞാലാണ് അത് ഈ കട്ടി പുറന്തോട് പൊട്ടിച്ച് മുള പൊട്ടുക. പിന്നെ അത് ഒരു ദിവസം 2.5 ഫീറ്റ് വളരും. നമ്മളത് വളരുന്നത് കാണും, ഇങ്ങനെ പൊന്തി പോകുന്നത്. നെറ്റിൽ അടിച്ചു നോക്കിയാൽ സമഗ്ര ന്യൂസ് പാനൂർ.